കൊച്ചിക്കായലിലെ ഓളങ്ങളെ തഴുകിയെത്തിയ കാറ്റിനുപോലും അന്ന് ആഡംബരത്തിന്റെ ഗന്ധമായിരുന്നു. ബോൾഗാട്ടി പാലസ് കൺവെൻഷൻ സെന്റർ സ്വർണ്ണ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്നു. കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യത്തിന്റെ അധിപൻ വിക്രം പ്രതാപിന്റെ മൂന്നാം വിവാഹമാണ്. പണമെറിഞ്ഞു വാങ്ങിയ സന്തോഷങ്ങളുടെയും കൈയടക്കിവെച്ച അധികാരത്തിന്റെയും പ്രകടനം കൂടിയായിരുന്നു ആ വേദി. മുന്തിയ ഇനം വിദേശ മദ്യത്തിന്റെ ഗ്ലാസുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം, പശ്ചാത്തലത്തിൽ ഒഴുകിപ്പരക്കുന്ന സംഗീതം, വില കൂടിയ പട്ടിലും വജ്രാഭരണങ്ങളിലും തിളങ്ങി നിൽക്കുന്ന അതിഥികൾ, രാഷ്ട്രീയ പ്രമുഖരും സിനിമാ താരങ്ങളും ബിസിനസ് ടൈക്കൂണുകളും വിക്രമന് കൈകൊടുക്കാൻ വരി നിൽക്കുന്നു. വിക്രം പ്രതാപ് 50കളിലും 30ന്റെ ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്ന കോടീശ്വരൻ. ക്രീം നിറത്തിലുള്ള ഷർവാണിയിൽ അയാൾ തിളങ്ങി നിന്നു. എന്നാൽ അയാളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ കവാടത്തിലേക്ക് നീളുന്നുണ്ടായിരുന്നു. വരാനിരിക്കുന്ന വധുവിനെയല്ല അയാൾ കാത്തിരുന്നത്. അയാളുടെ ഉള്ളിൽ ഒരു ക്രൂരമായ ചിരി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവൾ വരണം, മീര. തകർന്ന് തരിപ്പണമായി പഴയൊരു കീറച്ചാക്കുമുടുത്ത് കണ്ണീരോടെ എന്റെ ഈ വിജയലഹരി കാണാൻ അവൾ വരണം. 4 വർഷം മുൻപ് ഇതേ കൊച്ചി നഗരത്തിലെ ഒരു ഫ്ളാറ്റിൽ വെച്ച് മീരയെ ഇറക്കിവിടുമ്പോൾ വിക്രം പറഞ്ഞ വാക്കുകൾ അയാൾ ഓർത്തു. നീ ഒന്നിനും കൊള്ളാത്തവളാണ് മീര. എന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോലും യോഗ്യതയില്ലാത്ത വെറുമൊരു ബാധ്യത. ഇറങ്ങിപ്പോടി. ആ വാക്കുകൾ അവളെ തകർത്തിട്ടുണ്ടാകുമെന്ന് വിക്രം ഉറച്ചു വിശ്വസിച്ചു. വിവാഹമോചനത്തിനു ശേഷം 2ാം വിവാഹം കഴിച്ചെങ്കിലും അതും പരാജയപ്പെട്ടപ്പോഴാണ് വിക്രം 3ാമതൊരു വിവാഹത്തിനൊരുങ്ങിയത്. മീരയെ ക്ഷണിച്ചത് ഒരൊറ്റ ഉദ്ദേശത്തോടെയായിരുന്നു: താൻ എത്ര ഉയരത്തിലാണെന്നും അവൾ എത്ര താഴെയാണെന്നും അവളെ ബോധ്യപ്പെടുത്താൻ. മുഹൂർത്തത്തിന് തൊട്ടുമുമ്പുള്ള സമയം. കൺവെൻഷൻ സെന്ററിലെ വലിയ ക്ലോക്കിലെ സൂചികൾ ഇഴഞ്ഞു നീങ്ങുമ്പോഴും വിക്രമിന്റെ ഉള്ളിലെ ആകാംക്ഷ പടരുകയായിരുന്നു. ചുറ്റും കൂടിയിരിക്കുന്നവർ അയാളുടെ പണക്കൊഴുപ്പിനെ വാഴ്ത്തുന്നു. വിക്രംജി, ഈ പാർട്ടി വേറെ ലെവലായി എന്ന് ഒരു യുവ MLA അടുത്തുവന്നു പറഞ്ഞപ്പോൾ വിക്രം മീശ പിരിച്ചു ചിരിച്ചു. പക്ഷേ അയാളുടെ മനസ്സ് കവാടത്തിലായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അന്തരീക്ഷത്തിലെ ആരവങ്ങൾക്കിടയിലേക്ക് ഒരു അന്യഗ്രഹ പേടകം പോലെ ആ വാഹനം ഒഴുകിയെത്തി. ആദ്യം കേട്ടത് ടയറുകൾ ചരലിലമരുന്ന ശബ്ദമായിരുന്നില്ല, മറിച്ച് കണ്ടുനിന്നവരുടെ ശ്വാസമടക്കിപ്പിടിച്ചുള്ള നിശബ്ദതയായിരുന്നു. കവാടത്തിലെ സെക്യൂരിറ്റികൾ പോലും അമ്പരപ്പോടെ സല്യൂട്ട് ചെയ്തുപോയി. മഞ്ഞുപോലെ വെളുത്ത വെളിച്ചത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന റോൾസ് റോയ്സ് ഫാൻറ്റം, അതിന്റെ ബോണറ്റിലെ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി ലോഗോ ആഢ്യത്വത്തിന്റെ പ്രതീകമായി തലയുയർത്തി നിന്നു. കേരളത്തിലെ നിരത്തുകളിൽ അപൂർവമായി മാത്രം കാണുന്ന കോടികൾ വിലമതിക്കുന്ന രാജകീയ വാഹനം. വിക്രമിന്റെ നെറ്റി ചുളിഞ്ഞു. ഇതാരാണ്? മുഖ്യമന്ത്രിയോ അതോ മറ്റേതെങ്കിലും സൂപ്പർ സ്റ്റാറോ? അയാൾക്ക് ഓർമ്മയുള്ള ക്ഷണപ്പട്ടികയിൽ ഇത്രയും വലിയൊരു അതിഥി ഉണ്ടായിരുന്നില്ല തന്റെ വിവാഹവേദിയിൽ. തന്നേക്കാൾ വലിയൊരു എൻട്രി നടത്താൻ ആരാണ് ധൈര്യപ്പെടുക? അസൂയയും ആകാംക്ഷയും അയാളിൽ ഒരേ സമയം നുരഞ്ഞുപൊന്തി. കാറ് പോർച്ചിൽ വന്നു നിന്നു. യൂണിഫോം ധരിച്ച ഡ്രൈവർ അതിവേഗത്തിൽ ഇറങ്ങിവന്ന് പിൻസീറ്റിലെ ഡോർ തുറന്നു. ആ നിമിഷം സമയം നിലച്ചതുപോലെ തോന്നി. സദസ്സ് മുഴുവൻ ആകാംക്ഷയുടെ മുൾമുനയിലായി. ആ വലിയ വാതിലിലൂടെ പുറത്തേക്ക് വന്നത് ആരായിരിക്കും? വിക്രം കഴുത്ത് നീട്ടി നോക്കി. ആദ്യം കണ്ടത് തറയിൽ പതിഞ്ഞ തിളങ്ങുന്ന കല്ലുകൾ പതിപ്പിച്ച വില കൂടിയൊരു ഹൈഹീൽ ചെരിപ്പണിഞ്ഞ പാദമാണ്. പിന്നാലെ കാഞ്ചീപുരം പട്ടിന്റെയും അപൂർവമായ സുഗന്ധത്തിന്റെയും പ്രൗഢിയിൽ ഒരു സ്ത്രീ പുറത്തിറങ്ങി. വിക്രമിന്റെ തൊണ്ട വരണ്ടുപോയി. കയ്യിലുണ്ടായിരുന്ന വൈൻ ഗ്ലാസ് വിറച്ചു. അയാൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. മീര! ഇത് പഴയ മീരയല്ല. അടുക്കളയിലെ പുകയേറ്റ് കരുവാളിച്ച മുഖവും എണ്ണമയം പുരണ്ട മുടിയും ഭർത്താവിന്റെ ഒച്ച കേട്ടാൽ ഭയന്നു വിറയ്ക്കുന്ന ശരീരഭാഷയുമുള്ള ആ പഴയ നാട്ടിൻപുറത്തുകാരിയല്ല ഇത്. ഇളം പിങ്ക് നിറത്തിലുള്ള ഡിസൈനർ സാരി അവളുടെ വെളുത്ത നിറത്തിന് കൂടുതൽ തിളക്കം നൽകി. കഴുത്തിൽ മിതമായെങ്കിലും കാണുന്നവരുടെ കണ്ണുമഞ്ഞളിപ്പിക്കുന്ന വജ്രഹാരങ്ങൾ. മുടി മനോഹരമായി കെട്ടിവെച്ച് അതിൽ ചൂടിയ മുല്ലപ്പൂക്കൾക്ക് പോലും ഒരധികാരഭാവമുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് പഴയ ഭയമായിരുന്നില്ല, മറിച്ച് കൊടുങ്കാട്ടിനെപ്പോലും ശാന്തമായി നേരിടാൻ കെൽപ്പുള്ള ഒരു രാജ്ഞിയുടെ ആത്മവിശ്വാസം നിറഞ്ഞുനിന്നു. അവൾ തനിച്ചായിരുന്നില്ല. കാറിന്റെ മറുവശത്തുനിന്നും കുഞ്ഞു കുപ്പായങ്ങളിൽ രാജകുമാരന്മാരെപ്പോലെ അണിഞ്ഞൊരുങ്ങിയ 3 കുട്ടികൾ കൂടി ഇറങ്ങി. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. അവർ പേടിയോടെയല്ല, മറിച്ച് അമ്മയുടെ കൈകളിൽ തൂങ്ങി കൗതുകത്തോടെ ചുറ്റും നോക്കി. ആ കാഴ്ച വിക്രമിന്റെ ഹൃദയത്തിൽ ഒരു ഇടിവാൾ പോലെ പതിച്ചു. താൻ വന്ധിയെന്ന് വിളിച്ചാക്ഷേപിച്ചവൾ ഇന്ന് അമ്മയെന്ന പൂർണ്ണതയിൽ തലയുയർത്തി നിൽക്കുന്നു. സദസ്സ് ഒന്നടങ്കം സ്തംഭിച്ചു നിൽക്കെ
മീര തന്റെ മക്കളെയും ചേർത്ത് പിടിച്ച് വിക്രമിന്റെ സാമ്രാജ്യത്തിലേക്ക് ചങ്കുകൂറ്റത്തോടെ നടന്നു കയറി. ആളുകൾക്കിടയിൽ മന്ത്രിക്കൽ കാട്ടുതീ പോലെ പടർന്നു. തുടക്കത്തിൽ ആർക്കും ആളെ മനസ്സിലായിരുന്നില്ലെങ്കിലും മുന്നോട്ടു നടക്കുന്തോറും പലരുടെയും കണ്ണുകളിൽ തിരിച്ചറിവിന്റെ ഞെട്ടൽ വിരിഞ്ഞു. അത് മീരയല്ലേ, വിക്രമിന്റെ ആദ്യ ഭാര്യ? ഒരു സ്ത്രീ തന്റെ ഭർത്താവിനോടടക്കം പറഞ്ഞു. അതെ, പക്ഷേ ദൈവമേ, അവൾ ആകെ മാറിപ്പോയല്ലോ. ആ സാരി കണ്ടോ? അത് കനകവല്ലി സിൽക്സിന്റെ എക്സ്ക്ലൂസീവ് ഡിസൈനാണ്. ലക്ഷങ്ങൾ വില വരും അതിന്. ഫാഷൻ പ്രേമിയായ മറ്റൊരതിഥി അത്ഭുതത്തോടെ കൈവിരൽ കടിച്ചു. അതിനിടയിൽ ബിസിനസ് ലോകത്തെ പ്രമുഖനായ മേനോൻ സാർ മുന്നോട്ടു വന്നു. നിങ്ങൾക്കാർക്കും അറിയില്ലേ? അതാണ് മീര വർമ്മ, മീരാസ് ബുട്ടിക് എന്ന ബ്രാൻഡിന്റെ ഉടമ. സൗത്ത് ഇന്ത്യ മുഴുവൻ ഇപ്പോൾ ഇവരുടെ വസ്ത്രങ്ങൾക്കാണ് ഡിമാൻഡ്. വെറും 4 വർഷം കൊണ്ട് ഇവർ കെട്ടിപ്പടുത്തത് കോടികളുടെ ബിസിനസ് സാമ്രാജ്യമാണ്. ദുബായിലും സിംഗപ്പൂരിലും വരെ ഇവർക്ക് ശാഖകളുണ്ട്. മേനോൻ സാറിന്റെ വാക്കുകൾ വിക്രമിന്റെ ചെവിയിൽ ഉരുക്കിയൊഴിച്ച ഈയം പോലെ തോന്നി. മീര ആൾക്കൂട്ടത്തിനു നടുവിലൂടെ നടന്നു നീങ്ങി, തിരമാലകൾ വഴിമാറുന്നതുപോലെ. അതിഥികൾ അവൾക്ക് വഴിയൊരുക്കി. അവളുടെ ഓരോ ചുവപ്പിലും ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. പണ്ട് ഇതേ ആളുകൾക്ക് മുന്നിൽ തലകുനിച്ചു നിന്നിരുന്നവളാണ്. ഇന്നവൾ ആരുടെ മുഖത്തും നോക്കാതെ ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കി നടക്കുന്നു. നേരെ വിക്രമിന്റെ മുന്നിലെത്തി അവൾ നിന്നു. വേദിയിലെ അലങ്കാരങ്ങൾക്കിടയിൽ വിക്രം പെട്ടെന്ന് തീരെ ചെറിയവനായി തോന്നി. അയാൾ വിയർക്കുന്നുണ്ടായിരുന്നു. നെറ്റിയിലൂടെ ഒലിച്ചിറങ്ങിയ വിയർപ്പ് തുള്ളികൾ തുടക്കാൻ പോലും അയാൾ മറന്നു. അയാളുടെ അഹങ്കാരം ആ നിമിഷം കാറ്റിൽ പറന്ന കരിയില പോലെയായി. അവളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ അയാൾക്ക് ത്രാണിയില്ലായിരുന്നു. ആ കണ്ണുകളിൽ പഴയ സങ്കടമായിരുന്നില്ല, മറിച്ച് ജയിച്ചവളുടെ, അഗ്നിശുദ്ധി വരുത്തിയവളുടെ തിളക്കമായിരുന്നു. മൈക്കിലൂടെ ഒഴുകിയിരുന്ന സംഗീതം നിലച്ചു. നിശബ്ദതയുടെ കനം കൂടി. മീര ശാന്തമായി ചിരിച്ചു. പുച്ഛമോ ദേഷ്യമോ ഇല്ലാത്ത, അതിരുകളില്ലാത്ത സഹതാപം നിറഞ്ഞ ഒരു ചിരി. അത് വിക്രമിനെ ശാരീരികമായി ഉപദ്രവിക്കുന്നതിനേക്കാൾ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. വിക്രം! അവരുടെ ശബ്ദം കൺവെൻഷൻ സെന്ററിലെ നിശബ്ദതയിൽ മുഴങ്ങി. അത് വ്യക്തവും ദൃഢവുമായിരുന്നു. ക്ഷണിച്ചതിന് നന്ദി. ക്ഷണക്കത്തിൽ എന്റെ പേര് കണ്ടപ്പോൾ പലരും അത്ഭുതപ്പെട്ടു കാണും. പക്ഷേ എനിക്ക് വരാതിരിക്കാൻ തോന്നിയില്ല. കാരണം 4 വർഷം മുൻപ് ഈ പടിയിറങ്ങിപ്പോകുമ്പോൾ നീ എനിക്ക് തന്നൊരു വാക്കുണ്ട്. ഓർമ്മയുണ്ടോ? വിക്രം ഒന്നും മിണ്ടാതെ ഒരു പ്രതിമ പോലെ നിന്നു. അയാളുടെ തൊണ്ട വറ്റി വരണ്ടിരുന്നു. മീര തുടർന്നു. അവളുടെ ശബ്ദത്തിന് അല്പം കൂടി കരുത്തേറി. നീ പറഞ്ഞു ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണെന്ന്. അടുക്കളയിലെ കരിപിടിച്ച പാത്രങ്ങൾക്കപ്പുറം എനിക്കൊരു ലോകമില്ലെന്ന്. എന്റെ കണ്ണീരിന് വിപണിയിൽ വിലയില്ലെന്ന്. പിന്നെ എനിക്കൊരിക്കലും അമ്മയാകാൻ കഴിയില്ലെന്നും പറഞ്ഞ് നീ എന്നെ ശപിച്ചു. അവൾ തന്റെ മക്കളെ ചേർത്തു പിടിച്ചു. മൂത്ത ആൺകുട്ടി അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ച് തലയുയർത്തി വിക്രമിനെ നോക്കി. ആ നോട്ടത്തിൽ പോലും ഒരു ചോദ്യമുണ്ടായിരുന്നു. ഇന്ന് നിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് നിന്റെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയായിട്ടല്ല, മീരാസ് ഗ്രൂപ്പിന്റെ ചെയർപേഴ്സണായിട്ടാണ്. നീ അന്ന് ചവിട്ടിപ്പുറത്താക്കിയ ആ സാധാരണക്കാരി ഇന്ന് സ്വന്തം അധ്വാനം കൊണ്ട് ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തു. നിന്റെ പാരമ്പര്യ സ്വത്തിലല്ല, എന്റെ വിയർപ്പിലാണ് ഞാനിത് പടുത്തുയർത്തിയത്. നിന്റെ സമ്പത്തിനപ്പുറമാണ് വിക്രം എന്റെ ഇന്നത്തെ മൂല്യം. വിക്രമിന്റെ മുഖം വിളറി വെളുത്തു. സദസ്സിലുള്ളവർ ശ്വാസമടക്കിപ്പിടിച്ച് ഈ രംഗം വീക്ഷിക്കുകയാണ്. മീര കുട്ടികളുടെ നേരെ വിരൽ ചൂണ്ടി. അവളുടെ കണ്ണുകൾ നനഞ്ഞു. പക്ഷേ അത് സന്തോഷം കൊണ്ടായിരുന്നു. പിന്നെ നീ പറഞ്ഞല്ലോ എനിക്ക് യോഗ്യതയില്ലെന്ന്. ഇതാ എന്റെ മക്കൾ. എന്റെ ചോരയല്ലെങ്കിലും എന്റെ ജീവനാണിവർ. അമ്മയാകാൻ പ്രസവിക്കണമെന്നില്ല വിക്രം. സ്നേഹിക്കാനുള്ള വലിയൊരു മനസ്സുണ്ടായാൽ മതി. അനാഥരല്ല ഇവർ, സനാഥരാണ്. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും നിനക്ക് കിട്ടാത്ത സന്തോഷം ഇവരുടെ ഒരു അമ്മയെന്ന വിളിയിൽ എനിക്ക് കിട്ടുന്നുണ്ട്. വിക്രം പ്രതാപ് തകർന്ന് തരിപ്പണമായി കഴിഞ്ഞിരുന്നു. പണത്തിന്റെ ഹുങ്കിൽ അയാൾ പടുത്തുയർത്തിയ അഹങ്കാരത്തിന്റെ ഗോപുരങ്ങൾ മീരയുടെ മൂർച്ചയുള്ള വാക്കുകളിൽ ചില്ലുകൊട്ടാരം പോലെ തകർന്നു വീണു. ചുറ്റുമുള്ള അതിഥികൾക്കിടയിൽ സ്വന്തം വിവാഹവേദിയിൽ താൻ നഗ്നനാക്കപ്പെട്ടതുപോലെ അയാൾക്ക് തോന്നി. വരാനിരിക്കുന്ന വധുപോലും വിക്രമിന്റെ നിസ്സഹായാവസ്ഥ കണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു. യഥാർത്ഥ സമ്പത്ത് ബാങ്ക് ബാലൻസ് അല്ല വിക്രം. മീരയുടെ സ്വരം ആർദ്രമായി. എന്നാൽ അതിൽ ഒരു താക്കീതിന്റെ ധ്വനിയുണ്ടായിരുന്നു.
അത് തളരാത്ത മനസ്സും നമ്മളെ കാത്തിരിക്കാൻ സ്നേഹമുള്ള ഒരു കുടുംബവുമാണ്. അത് നിനക്കില്ലാതെ പോയല്ലോ. കോടികൾ ചിലവാക്കി നീ വാങ്ങുന്ന ഈ കയ്യടികൾക്ക് ആയുസ്സില്ല. പക്ഷേ സ്നേഹം കൊണ്ട് നേടുന്ന ബഹുമാനത്തിന് മരണമില്ല. നീ ഇനിയെങ്കിലും അത് പഠിക്കണം. അവൾ ഒരു നിമിഷം നിർത്തി. വിക്രമിനെ അവസാനമായൊന്നു നോക്കി. ആ നോട്ടത്തിൽ പകയായിരുന്നില്ല, മറിച്ച് നീ ഇത്രയേ ഉള്ളൂ എന്ന അവജ്ഞയായിരുന്നു. നമുക്ക് പോകാം മക്കളെ, മീര കുട്ടികളോട് പറഞ്ഞു. ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ മീര തിരിഞ്ഞു നടന്നു. വിക്രമിന്റെ പണക്കൊഴുപ്പിന്റെ ലോകത്തോട് വിട പറഞ്ഞ് തന്റെ സ്നേഹ സാമ്രാജ്യത്തിലേക്ക് അവൾ മടങ്ങി. കുട്ടികൾ അമ്മയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അവരുടെ മുഖത്ത് കുസൃതിച്ചിരി വിടർന്നു. അവർ നടന്നു നീങ്ങുമ്പോൾ സദസ്സിലെ നിശബ്ദത മുറിഞ്ഞു. ആദ്യമൊരാൾ, പിന്നെ രണ്ടുപേർ. പെട്ടെന്ന് ആ ഹാൾ മുഴുവൻ കരഘോഷങ്ങളാൽ നിറഞ്ഞു. അത് വിക്രമിനുള്ള അഭിനന്ദനമായിരുന്നില്ല, തോൽവിയിൽ നിന്നും പൊരുതി ജയിച്ച, വിധിയെ തോൽപ്പിച്ച ആ സ്ത്രീശക്തിക്കുള്ള ആദരവായിരുന്നു. ആ കയ്യടികൾ വിക്രമിന്റെ കാതുകളിൽ ഇടിമുഴക്കം പോലെ പതിച്ചു. കവാടത്തിൽ കാത്തുകിടന്ന റോൾസ് റോയ്സിന്റെ വാതിൽ ഡ്രൈവർ തുറന്നുപിടിച്ചു. രാജകീയമായ പ്രൗഢിയോടെ മീരയും മക്കളും അതിനുള്ളിലേക്ക് കയറി. കാർ മെല്ലെ മുന്നോട്ട് നീങ്ങി. അതിന്റെ ചുവന്ന ടെയിൽ ലാമ്പുകൾ ഇരുട്ടിൽ മാഞ്ഞു പോകുന്നതുവരെ വിക്രം നോക്കി നിന്നു. കായൽക്കാറ്റ് വീശിയടിച്ചു. അതിൽ മീരയുടെ സുഗന്ധം അവശേഷിക്കുന്നുണ്ടായിരുന്നു. ആ വലിയ വേദിയിൽ ആയിരക്കണക്കിന് അതിഥികൾക്ക് നടുവിൽ വിക്രം പ്രതാപ് എന്ന കോടീശ്വരൻ അക്ഷരാർത്ഥത്തിൽ ഒറ്റയ്ക്കായി. താൻ ജയിച്ചുവെന്ന് കരുതിയിടത്ത് ജീവിതത്തിൽ താനൊരു വലിയ പരാജയമാണെന്ന സത്യം ആ നിമിഷം അയാൾ തിരിച്ചറിഞ്ഞു.